ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തേംകെട്ടിന് ലോഗോ ഒരുങ്ങി. ബേക്കൽ ഡിവൈഎസ്പി പി വി മനോജ് ലോഗോ പ്രകാശനം ചെയ്തു. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തേംകെട്ടിന്റെ ലോഗോ ബേക്കൽ ഡിവൈഎസ്പി വി മനോജ് പ്രകാശനം ചെയ്തു. ഒരു സംഘാടക സമിതിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ബേക്കലിൽ ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാലക്കുന്ന് ഭരണി ഉൾപ്പെടെ ഒരുപാട് 2 3 നമ്മുടെ വയനാട്ടിൻകുളം തന്നെ 3 ഉണ്ടായിരുന്നു. 2 ആണല്ലേ? ഒന്ന് പാണത്തൂർ രാജപുരാണ്. ഇതടക്കം ടോട്ടൽ 3. ഞാൻ പറഞ്ഞത് നമ്മുടെ സബ് ഡിവിഷൻ ബേസിലാണ്. ഇവിടെ 2 ഈ 2 അതുകൂടാതെ നമ്മുടെ പാലക്കുന്ന് ഭരണി, ഈ 3 ഉത്സവങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് യാതൊരു വിഷയമില്ലാതെ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട്. ഉത്സവങ്ങളായാലും ശരി, മറ്റ് പ്രശ്നങ്ങളായാലും ശരി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് കേസുകൾ റിപ്പോർട്ടാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ കൂടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ കഴിഞ്ഞ വയനാട്ടുകുലവൻ മഹോത്സവത്തിൽ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ കെ വി അപ്പു, കൃഷ്ണൻ ചട്ടഞ്ചാൽ, ട്രഷറർ പി വി ചിത്രബാനു, ജനറൽ കൺവീനർ കെ സുകുമാരൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, മീഡിയ കമ്മിറ്റി ചെയർമാൻ പാലക്കുന്നിൽ കുട്ടി, പള്ളിക്കര പഞ്ചായത്ത് അംഗം കൃഷ്ണൻ പുല്ലൂർ, പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ കെ രവിവർമ്മൻ, മാതൃസമിതി കൺവീനർ പി കെ ഇന്ദിര എന്നിവർ സംസാരിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത കണ്ണൂർ പൊടിക്കുണ്ടിലെ ജ്യോതിഷ് കുമാറിനെ അനുമോദിച്ചു. ഏപ്രിൽ 7 മുതൽ 9 വരെയാണ് തേംകെട്ട് ഉത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.